ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഗൈസ്, എനിക്കറിയാം നമ്മൾ 2 ആഴ്ച ആയി വീഡിയോ ഇട്ടിട്ട് എവിടെയായിരുന്നു എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, എനിക്കറിയില്ല ഗൈസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 365 ദിവസം, അതായത് 1 വർഷം വീഡിയോ ഇട്ടു. പക്ഷേ എൻ്റെ ബ്രെയിൻ കൊണ്ടുപോയി അങ്ങ് ഷട്ട് ഡൗൺ ആയിപ്പോയി ഗൈസ്. അത് എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ഗൈസ്. ഞാൻ വർക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ ക്രിയേറ്റീവ്ലി കുറച്ച് ദിവസമായിട്ട് എൻ്റെ ബ്രെയിൻ ഉണ്ടല്ലോ ലിറ്ററലി അനങ്ങുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, കാപ്പി കുടിക്കുന്നു, ഫുഡ് അടിക്കാൻ പോകുന്നു, എൻ്റെ ഇടയിൽ കൂടെ ഒരു വ്ളോഗ് എടുക്കുന്നു, വരുന്നു, നിർത്തുന്നു. ഗൈസ്, എൻ്റെ അംബീഷ്യസ് ആയിട്ടുള്ള മൈൻഡ്, എൻ്റെ ഒരിക്കലും അൺകൺട്രോളബിൾ ആയിട്ടുള്ള അർജ്, ഇതൊക്കെ എവിടെയോ പോയി ഗൈസ്. 365 days ഓഫ് വ്ളോഗിങ് മേക്സ് യു ബ്രെയിൻ ഡെഡ്. എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഇന്നലെ പക്ഷേ ഞാൻ 2 കൽപ്പിച്ച് വ്ളോഗ് എടുത്തു. എന്നിട്ട് ഇന്ന് ഞാൻ ഓടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഫോർ ക്ലാരിറ്റി ഓഫ് തോട്ട്. ഇന്നലെ എടുത്ത വ്ളോഗിന് കണക്ഷൻ ഇന്നലെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനതുകൊണ്ട് എൻ്റെ ബ്രെയിൻ ഒന്ന് സാനിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന ദിവസത്തേക്ക് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഇന്നലെ ഞാൻ ഒരു കണക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു കഥ പറയാനുണ്ട്. സോ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഗൈസ്. പക്ഷെ അതിനു മുന്നേ ആരാടാ നീ? പക്ഷെ അതിനു മുന്നേ ഇന്നലെ നമ്മുടെ ഗംഗയുടെ ബെസ്റ്റി മീനാക്ഷിയുടെ കല്യാണമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഓടി തീർക്കാം. അത് ഞാൻ രാവിലെ ഒന്ന് ഓടാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ വന്നിട്ട് പറയാം ഗൈസ് നിങ്ങൾ. ഓക്കെ, യു ഗൈസ് വാച്ച് ദ കല്യാണം. ഹായ്, താങ്ക് യു സോ മച്ച്. അവിടെ ഇരുന്നിട്ട് കഥ പറയുന്ന കാർത്തിക്. അതേ സുഹൃത്തുക്കളെ, കഥ പറയുന്ന കാർത്തിക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗംഗയുടെ ബെസ്റ്റി മീനാക്ഷിയുടെ വെഡിങ് ഇങ്ങനെ വന്നേക്കാണ്. അയ്യോ, നമ്മൾ എത്തിയത് കൃത്യസമയത്താണ് കേട്ടാ. ആണ്ട ഗൈസ്, അതെ, ചെറുക്കൻ്റെ എൻട്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് എത്തി കേട്ടാ. ആറ്റുകാല അമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. പയ്യ വീരനോ, ഓ ഇടുക്കാച്ചി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓക്കെ, നമ്മളെന്തായാലും എത്തി. താങ്ക് യു സോ മച്ച് ഓഫ് ചെയ്ത് തന്നതിന്. എങ്ങയുടെ അമ്മ? ഹായ് മമ്മി. മമ്മിയോടെ ഉണ്ട്. മീനാക്ഷിയെ കാണാനില്ല. എന്തായാലും പയ്യ ആദ്യം കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏറ്റവും പുറകിലാണ് സീറ്റ് കിട്ടിയത്. താലപ്പൊലി നിൽക്കണത് 2 ലൈൻ സിംഗിട്ടുണ്ട്. അത് ഗംഗ ഗൈസ്. ഗംഗയുടെ ബെസ്റ്റിയുടെ കല്യാണം ആകുമ്പോൾ ഗംഗ അങ്ങനെ ഒരുങ്ങുമല്ലോ. ഗംഗയുടെ കൂട്ടുകാരികൾ അപ്പു താണ്ടേക്കണോ. അത് മാളുന്നില്ല ബാക്കി കേൾക്കുന്നത്. മാളു കേട്ടില്ല. കണ്ണും തള്ളി പോവുകയാണ് കേട്ടോ ഗൈസ്. എവിടെ മീനാക്ഷി? എവിടെ കല്യാണപ്പെണ്ണ്? എവിടെ കല്യാണപ്പെണ്ണെ കാണാനില്ല. കല്യാണപ്പെണ്ണ് ഒഴിച്ച് അതാ നിൽക്കുന്നത്. അതാ സുഹൃത്തുക്കളെ വിദൂരതയിൽ ഈ കുട്ടിയുടെ പിറകിൽ നിൽക്കുന്നതാണ്. ഗൈസ്, ഒരു ഫുട്ബോൾ അവിടെ തലയുടെ പിറകിൽ ഇരിക്കുന്നവരുണ്ട്. നിന്റെ തലയിൽ പൂവില്ലേടി മാളു? നിന്റെ തലയിലെ പൂ അവിടെ നോക്കട്ടെ. തിരിഞ്ഞ ഓ ഉണ്ട്. നിന്റെ ചേച്ചി ജെൻസി അല്ലേ? സുഹൃത്തുക്കളെ, പന്തലും പിടിച്ച് അപ്പവും ടീമും കൂടെ തന്നെ ഉണ്ട്. മീനാക്ഷി തോന്നിക്കുന്നത്. കല്യാണ പെണ്ണിനെ നാട്ടുകാർക്ക് കാണാൻ പറ്റൂലല്ല. മീനാക്ഷിയുടെ മുഖത്ത് ചെറിയ ടെൻഷൻ ഉണ്ടോ എന്ന് സംശയം. മീനാക്ഷി, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. അവളുടെ മുടി കത്തിക്കല്ലേ. ഞാനും ഈ സമയത്ത് ഇതുപോലെ ടെൻഷൻ ആയിരുന്നു. ഞാൻ നിന്നെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ. നമ്മള് ചില്ലായിരുന്നു. 6 ആൻഡിയുടെ കൂടെ നീയാണോ മഞ്ഞക്കുയില്? ഓക്കെ പറഞ്ഞ നന്നായി. ഇപ്പൊ എൻട്രി ആണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എൻട്രി ചെയ്യും. എടാ, എന്റെ കല്യാണത്തിന് എൻട്രിക്ക് നീ എന്ത് ചെയ്യായിരുന്നു? അതൊരു തിരക്കുള്ള ദിവസമായിരുന്നല്ലേ, മറക്കാൻ പറ്റൂല. ഇപ്പോഴും കണ്ടിട്ട് വരത്. എന്റെ കല്യാണത്തിന്, കാർത്തിയുടെ കല്യാണത്തിന് പരിചയപ്പെടാൻ വരുമല്ലോ. ഞാൻ അങ്ങോട്ട് ഓട്ടെ ഇങ്ങോട്ട് ഓട്ടെ, കണ്ടിട്ട് മൈൻഡ് ഇല്ല എന്നും പറഞ്ഞൊക്കെ പരാതിയായിരുന്നു. പയ്യന് ടെൻഷൻ ഒന്നുമില്ല. പയ്യൻ ചില്ലടിച്ചിരിക്കുന്നതാണ്. എന്തിന് കോപ്പിറൈറ്റ് ഇല്ലാതെ പെൺകുട്ടി മണ്ഡപത്തിലേക്ക് തിരിക്കാൻ സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള
വലിയ ചീത്തകളാണ് വിളിച്ചതെന്ന് ക്യാമറാമാൻ എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അവള് ടെൻഷൻ പറയണ്ട, ഇതിന്റെ ഇടയിൽ ടെൻഷൻ പറയണ്ട. ചിരി ചിരി ആ ചിരി ആരാ പറഞ്ഞു ചിരിക്കുക. ആ ചിരി 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 ആ ഓക്കെ ഇപ്പൊ സെറ്റായി. ക്യാമറമാൻ്റെ തല നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. അത് ഇത്രയും ദൂരം നിന്നാണ് സൂം ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ക്യാമറമാനെ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അല്ലേ നല്ല തലയല്ലേ? ക്യാമറമാൻ്റെ തല ഇഷ്ടപ്പെട്ട നല്ല തലയല്ലേ? നമ്മുടെ കല്യാണത്തിന് പക്ഷേ എല്ലാവർക്കും കല്യാണം കാണാൻ പറ്റും. കാരണം ഈ ലെവലില് അങ്ങനെ മീനാക്ഷി നിനക്ക് എല്ലാവിധ വിവാഹ മംഗളാശംസകളും ഞാൻ നേരുന്നു. അവിടെ ഇപ്പൊ അവളുടെ ഹാപ്പിനെസ് ഒക്കെ പുറത്തുണ്ട്. ഇപ്പോഴാണ് സമ്മാനമായെന്ന് തോന്നുന്നു. ബൈ ദ ബൈ സമ്മാനവുമായി എൻ്റെ സുഹൃത്ത് നന്ദു കൃഷ്ണൻ ഓൺ ദ വേ ആണ്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. മാലയുടെ ചടങ്ങ് കഴിഞ്ഞു. അതെ, ഈ ഫോട്ടോ എടുത്ത് തീരുമ്പോഴെങ്കിലും അവൻ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമായിരുന്നു. എന്തായാലും ഓക്കെ. എടി നിന്റെ ബെസ്റ്റിയുടെ കല്യാണം കഴിഞ്ഞല്ല? കഴിഞ്ഞേട്ടാ. നോക്കിയത് അല്ല ഏട്ടാ, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. അവളെ 10 വർഷത്തെ റിലേഷൻ ആണ്. ഓ, അപ്പോൾ അത്രയും ആഗ്രഹിച്ച് സന്തോഷിച്ച്. എടാ നിന്റെ എക്സ്പ്രഷൻ കൊള്ളായിരുന്നു. പക്ഷെ ഇത് 4 മറ്റേ സാധനം പിടിച്ചോണ്ടിരുന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് പോണ തൊഴിലായിരുന്നു. നീ ആറ്റാല് കറിയായിരുന്നു. ആണാ? പോയി നോക്കിട്ട് വരാം. ഓ തൊഴിലിട്ട് വരാം. എടി ഇതെന്തടി ഫുട്ബോളാടി? എന്താ തലയിലാണോ കുങ്കുമോണോ? അല്ല ഇത്. ഓ ഇതാ. സുഖാണാ? അമ്മ വന്നപ്പോ ഇവിടെ കരച്ചിലാണ്. പൈസ കൊടുത്ത് സീരിയൽ ആർട്ടിസ്റ്റുകൾ കരയായിരിക്കും. ആദ്യം മീനാശയെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കരച്ചിലോട് കരച്ചിൽ. അമ്മയ്ക്ക് എന്റെ കല്യാണത്തിന് വരാൻ സമയം കിട്ടിയില്ല. ഗ്യാപ്പ് കിട്ടാത്തോണ്ട് ഇന്ന് കരഞ്ഞു തീർന്നല്ലേ? എന്റെ കല്യാണത്തിന് വരാൻ സമയം കിട്ടിയില്ല. തിരക്കായി പോയത്. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റേ ഫോട്ടോഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് വരാം. അമ്പലത്തിൽ കയറി തൊഴിലിട്ട് വരാം. സുഹൃത്തുക്കളെ, ഐശ്വര്യപൂർണമായ അമ്പല ദർശനത്തിന് ശേഷം ഞങ്ങൾ ഇറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും എന്റെ നന്ദുവളിയിൽ എത്തിയിട്ടില്ല. ഗിഫ്റ്റുമായി അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവൻ വന്നിട്ട് കഴിക്കണം, ഒന്നിച്ച് കഴിക്കാം. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? വിശക്കുന്നില്ല. ഈ സദ്യ കഴിക്കാൻ കയറി ഇരുന്നാലും നല്ല വിശപ്പ് വരുമ്പോ പോയി. അതെ, അപ്പോഴേ അവ എത്തുള്ളൂ. ഗൈസ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടാ. ആറ്റുകാല് ദേവിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ദേവിയെ കണ്ടിറങ്ങിയപ്പോ ഒരു സന്തോഷം. ഞങ്ങൾ തിരിച്ച് വീണ്ടും എത്തിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന എന്തായാലും ഇതാണ് നീ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബാഗ്. ഓ, ലക്ഷങ്ങളുടെ വിലയുള്ള ബാഗുമായി ഇത് കൊള്ളാടി. 1.5 കോടി. ഇത് രത്നങ്ങളും വൈഡൂര്യങ്ങളും അടങ്ങുന്നുണ്ട്. ഇന്ന് രാവിലെ പോയി നമ്മൾ പിടിച്ചോണ്ട് വെച്ചതാണ്. ഇത് പേളാണെങ്കിൽ ഇവളാരാ? പേളി വാണിയോ? ആ, നീ ചിരിച്ചാടാ? അവൻ ചിരിച്ചു. നിങ്ങൾ ചിരിച്ച ആടാ? അവൻ ചിരിച്ച് കണ്ടാ? ചിരിക്കാൻ ആളുണ്ടടി. മാമി ചിരിച്ചില്ല, ചിരിക്കായിരുന്നു. ആടാ? പറഞ്ഞു ചിരിപ്പിച്ച പോലെയൊക്കെ ഒരു ഫീലിംഗ്. നല്ല കൊള്ളാം മകളെ, നല്ല ബാഗ്. ഇനി എന്താണ് പരിപാടി? എന്റെ സുഹൃത്ത് നന്ദു എത്തുന്നുണ്ട് കേട്ടോ. അല്ല, ഇവിടെ വരുന്നോണ്ടിരിക്കണവേ. അതെ, ഗിഫ്റ്റ് അവന്റെ കയ്യിലാണ് കേട്ടോ. ഞാൻ പോവാടി. ഇന്ന് വൈകുന്നേരം നന്ദഗോവിന്ദം ഭജൻസ് അറ്റൻഡ് ചെയ്യാൻ പോണുണ്ട് കോട്ടയത്ത്. അപ്പൊ ഇവിടെ നേരെ കോട്ടയത്ത് പോകും. മീനാക്ഷിക്ക് എന്ത് ടെൻഷൻ അടി? അവക്ക് എന്ത് 10 വർഷം പ്രണയിച്ചതല്ലേ, ഇനി എന്തൊരു ടെൻഷൻ? അല്ല, അവർക്ക് ടെൻഷൻ ഇങ്ങനെ കല്യാണമൊക്കെ നടത്താൻ. കാരണം അവർ രണ്ടുപേരുടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് അവളാണ് ഫുൾ നിന്നാണ്. അവൻ പുറത്തല്ലേ എല്ലാം പ്ലാൻ ചെയ്തെല്ലാം അവളാണ്. അതിന്റെ ഒരു വെപ്രാളമൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മക്കളെ? കൊള്ളാൻ ചേട്ടാ. ഞാനും ഇതാണ് പറയണ ആൾക്കാരോട്. എന്താടി നിനക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ തിന്നാ പോരെ? ആണോ? പോയോ? പോയി മക്കളെ, ഇപ്പൊ കഴിച്ചിട്ടോ? മാറ്റമൊന്നുമില്ല ചേട്ടാ. പിന്നെ കൂടെ കിടക്കാൻ ഒരാളുണ്ട്. വലിയ മാറ്റം ആണല്ലേ?
നിന്നല്ല ഇവനാ. എടാ എങ്ങനെയുണ്ടാ കല്യാണം കഴിഞ്ഞിട്ട്? ആ ആണല്ലേ ആണല്ലേ എനിക്കറിയാടാ. ആ അതെ ഗൈസ്, കപ്പിൾ ഗോൾസ് ആയിട്ട് നിൽക്കുകയാണ് അവര്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കല്യാണം അല്ലേ? അപ്പൊ കപ്പിൾ ഗോൾ ആയിട്ട് തന്നെ വരണം. കൊള്ളാം. നിന്റെ ബ്ലൗസ് വെച്ചാണ് അവന്റെ തച്ചല്ലേ? കൊള്ളാടി, കൊള്ളാം, രസമുണ്ട്. ഓക്കെ മതി, ക്യൂട്ട് ഡ്രസ്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അതെ, വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ നമ്മള് കൊള്ളാം. അവിടെ മഴവില്ല കോസ്റ്റ്യൂമാണ് ഞാൻ ഇങ്ങ് മേടിച്ച്. അടിച്ചു മാറ്റിയില്ല, ഞാൻ മേടിച്ച്. ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ അവര് നീയാണോ അടിച്ചു മാറ്റിയത്? ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഓ മൈ ഗോഡ്, അളിയാ നീ എത്തിയാടാ. എല്ലായിടത്തും എപ്പോ എത്തുന്നോ അതുപോലെ എത്തിയിട്ടുണ്ട്. പുട്ട. ആ അതെ അതെ, ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. എനിക്കറിയാം നമ്മൾ വന്നിട്ട് ഇവര് പോകണം. എടാ ഞാൻ അമ്പലത്തിൽ കയറി കേട്ടാ, ഇപ്പൊ കയറിയുള്ളൂ. കൊച്ചെവിടെ? ചെറുക്ക എവിടെ? ആ അവൻ വന്നപ്പോ തന്നെ അവനെ ഏറ്റെടുക്കാനൊക്കെ ആൾക്കാർ വന്നു. സുക്കുടു ഇടാ, നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ ഗുരുവായൂർ ട്രിപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ആ എവിടെന്ന് ഇവൻ ഓർമ്മയൊന്നുമില്ലല്ലേടാ? മറന്നു കുഞ്ഞാ, മറന്ന്. അവൻ ആ ഓർമ്മയൊക്കെ ഉള്ളു. നമുക്ക് മീനാക്ഷിയുടെ ഫോട്ടോ എടുക്കാം. എടാ നിനക്ക് അമ്നീഷ്യല്ലേടാ? നീ എന്നെ മറന്നുപോയല്ല. എന്നെ മറന്നുപോയത് പോട്ട്, ഇവളെ നീ മറന്നുപോയല്ല. ഡെയിലി ഒരുപാട് ഗേൾ ഫ്രണ്ട്സിനെ കാണാൻ ഓർമ്മയുണ്ട് അവന്. വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിക്കുന്നത് അച്ഛനാ അച്ഛനാ. അപ്പൊ ഇവര് ആലോചിക്കും എന്തിനു എവിടെ കണ്ടല്ലേ. ഗുരുവായൂർ എന്റെ അടുത്തൊന്നും കേട്ടാ എന്ത് പണിയില്ലാതെ എന്റെ അടുത്ത് വന്ന് വന്ന് കിടക്കണത്. പിന്നെ ഞാൻ പതുക്കെ അടുത്തോട്ടൊക്കെ വെച്ചപ്പോ ഞാൻ പോരാ, പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ ശരിയാവും. അപ്പൊ 2 ദിവസത്തെ കിടന്നോളൂ എന്റെ അടുത്ത്. ആണാ ചെറുക്ക ഓർമ്മയുണ്ടോ നിനക്ക്? മീനാക്ഷിയുടെ അറിയാണെന്ന് അറിയോടോ നിനക്ക്? ഓരോണെന്ന് അറിയോടോ നിനക്ക്? എങ്ങനെയാണ് ഓരോണെന്ന് അറിയോടോ നിനക്ക്? ഓർമ്മ വന്ന് ഞാൻ കോക്കറി കാണിച്ചതിന്റെ ഓർമ്മയാണ്. കാണിച്ച് ബാ മീനാക്ഷി മാമിയുടെ ഇതിന് പോവാം. മാമിയല്ലേ ചേച്ചിയല്ല. എടാ മാമിയടാ, നീ എന്തിനു പറയണ? നിന്നെ ചേച്ചി വിളിക്കാൻ പറ. നിന്നെ എങ്ങനെ മാമിന്ന് വിളിക്കാൻ? ഒരിക്കലും വിളിക്കരുത് കേട്ടോ. ചേച്ചിയാണ്. ഞാൻ മാമൻ തന്നെ. എനിക്ക് മുറപ്രകാരമുള്ള വിളി മതി, എനിക്ക് ചേട്ടനൊന്നും വേണ്ട. പ്രായം വെച്ച് ഇവിടെ എനിക്ക് മാമി എനിക്കൊരു വിഷമം. അതെ, നീ ഇഷ്ടമുള്ള വിളിച്ചോ മക്കളെ. ആറാടി നീ ഇവന്റെ മറ്റേ ചേട്ടന്റെ മോനുണ്ടല്ലോ, അവൻ ഇവിടെ ചിഞ്ചു എന്നാണ് വിളിക്കുന്നത്. ചിഞ്ചു എന്നാണ് നിന്നെ വീട്ടിൽ വിളിക്കണത്. ആരും അറിഞ്ഞിട്ടില്ലല്ലോ. നീ പാർവതി എന്നല്ലേ വിളിക്കണത്? ആണാ കുഞ്ചുന്ന് വിളിക്ക് മകളെ. ബാ നമുക്ക് അതോട്ട് കയറാം. ബാ സുഹൃത്തുക്കളെ, അറ്റ്ലാസ്റ്റ് നമസ്കാരം. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന നിന്റെ ഫോട്ടോ ഞാൻ അന്ന് ഗൾഫിൽ പോയപ്പോഴേ കണ്ടതായിരുന്നടാ. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അവള് കാണിച്ചു തന്നിട്ടുണ്ട്. പഴക്കോല്. അതെ അതെ, വാ എരുമാളെല്ലാം കൂടെ നിക്കാറ്. പടാ സന്ദീപ്, നീ എത്ര കുളിക്കുന്ന? നീയും വിയർക്ക തന്നെ കേട്ടോ. ഞാനും വിയർക്ക തന്നെ. ഒരു ഫോട്ടോ എടുക്കട്ടെ. അടുത്ത കളരി വിളമ്പുന്നല്ല വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾ ഇങ്ങ് വന്നു ഗൈസ്. കാരണം ഇനി ഡിലേ ആയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നന്ദഗോവിന്ദം ഭജൻസിലോട്ട്, ഭജൻസിന്റെ പരിപാടിയാണ്, പാലയിലോട്ട് പോകാൻ. അപ്പോൾ പാലയാകുമ്പം ഒരു ചളി വന്നു, അത് വിഴുങ്ങി. എന്നാലും അവരും കൂടെ അതിന് കഴിക്കട്ടെ. സുഹൃത്തുക്കളെ, നല്ല അസൽ തിരുവനന്തപുരം സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ടീമുകളൊക്കെ എത്തിയിരിക്കുന്നു. അതെ, രംഗം കൊഴുത്തുകൊണ്ടിരിക്കുന്നു. സന്ദീപേടാ ഇരിയടാ. എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓ കോച്ച് റോസ് കിച്ചടി, മഞ്ഞ കിച്ചടി,
കുഞ്ഞ ഞാൻ ഒരു സാധനം, നമ്മളിത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോണത്? കോട്ടയത്ത് എവിടെ? പാലയിലോട്ട് പോവാ. നീ ആരാ, യക്ഷിയോ? അതെന്താ അത് നല്ലതല്ലായിരുന്നാടാ? ശരിക്കും ഇത് കുറച്ച് പിന്നെ ഞാൻ കേട്ടായിരുന്നു. ഞാനത് പിന്നെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച കേസ് ഇതിലോട്ട്. ഇവള് സംഭവം ഇതിന് ഈ പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷെ രാത്രി ആവുമ്പോഴത്തേക്ക് വിളിച്ചുണർത്തി ഇതാണ് ഓരോന്ന് കാർത്തിക്കിന് പറയും, ചേട്ടാ എനിക്കൊരു സാധനം കിട്ടിയെന്നും പറഞ്ഞു. കണ്ട അങ്ങനെയാണ് ഞാൻ വഷളാവണ കേസ്. ഗംഗ കേട്ടില്ലെന്നോണ്. ഗംഗ എടി ഞാൻ പറഞ്ഞായിരുന്നു. വർഷ നീ എങ്ങോട്ടാ പോണത് ഇപ്പൊ? കോട്ടയത്ത് എവിടെ? പാലേ പോവാ. നീ എന്താ യക്ഷിയോ? എന്റെ മുഖം നോക്കിയോ? നല്ലതായിരുന്നു സുഹൃത്തുക്കളെ. അത് എങ്ങനെ പറ്റിയെന്നാണ് അവളെ കൊണ്ട് ചിരിക്കാനൊക്കെ. അപ്പൂനാണെങ്കിൽ ചിരിക്കുന്നത് അപ്പു ചിരിച്ച്, അപ്പുന്റെ ജെനുവിൻ ചിരിയാണ്. ആണാണ് കണ്ട ഇതിനപ്പുറമുള്ള ഞാൻ അടിക്കണുണ്ടെന്ന്. അതെ, അത് പിന്നെ ഒരു യൂട്യൂബിന്റെ കൊലയിലാവുമ്പോഴത്തേക്ക് അതൊക്കെ പ്രതീക്ഷിക്കണം. ഓക്കെ സുഹൃത്തുക്കളെ, സദ്യ കഴിച്ചിരിക്കുന്നു. അളിയെ പോയിട്ട് വരണാടാ. നന്ദഗോവിന്ദന്റെ അടുത്ത് നീ തിരക്കിയത് ഞാൻ പറഞ്ഞേക്കാം. ശരി, നമ്മുടെ വലിയൊരു അതെ ആഗ്രഹമാണ്. ബൈ 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 ബൈ. എടാ അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ടാറ്റ ബൈ ബൈ. ഓക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഓഫ് ടു പാല. ഞങ്ങൾ പാലയിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഫ്യൂച്ചർ കാർത്തികിനോട് സംസാരിച്ചിട്ട് വരും. ഓഫ് ടു യു ചക്കര ബാബേ. താങ്ക് യു സോ മച്ച് ഫാസ്റ്റ് കാർത്തികേ. നിനക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്താൽ മതിയല്ലോ. പ്രധാന കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കേണ്ടതൊക്കെ ഞാനല്ലേ. ഹൈ ഗൈസ്, ഞാൻ ഓടിക്കഴിഞ്ഞു. അയ്യോ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി ഗൈസ്, ഞാൻ എന്നെ തന്നെ നോട്ടീസ് ചെയ്യായിരുന്നു. എന്ത് ചേഞ്ചാണ് എനിക്ക് വന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ബ്രെയിൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വർക്ക് ചെയ്യാത്തത്. ഞാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്യാത്തത് എന്നൊക്കെ ഗൈസ് ആലോചിച്ച് 2 ആഴ്ച കൊണ്ട് എനിക്ക് ഭ്രാന്തെടുത്ത് ഗൈസ്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടല്ലോ, എപ്പോഴൊക്കെ ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യം ചെയ്തിട്ടുണ്ടോ, ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ രാവിലെ എഴുന്നേക്കുമായിരുന്നു ഗൈസ്. ഇത് എനിക്കറിയാം, രാവിലെ എഴുന്നേക്കുന്നത് അതാണ് അതിൻ്റെ വലിയ കണ്ടുപിടുത്തം എന്ന്. ഗൈസ്, രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ അന്ന് എനിക്കൊരു പേസ് സെറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓൺ ഷെഡ്യൂൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മഴവിൽ മനോരമയ്ക്ക് രാവിലെ ഷൂട്ടുണ്ട്, ആഴ്ചയിൽ 3 ദിവസം എടുക്കണം. ഞാൻ ആ 3 ദിവസവും കൃത്യമായിട്ട് രാവിലെ 6 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഞാൻ വർക്കിന് പോകും, തിരിച്ചു വരും. എന്നിട്ട് ബാക്കി കിട്ടുന്ന കുറച്ച് സമയത്ത് മാത്രമാണ് ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതായത് എൻ്റെ ശരീരത്തിന് വേണ്ടി, എൻ്റെ ബ്രെയിനിന് വേണ്ടി, എൻ്റെ ഗ്രോത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഗൈസ്, ലിറ്ററലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓടാൻ പോകുന്നത്. ഈ 2 കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് എത്ര വർഷമായെന്നറിയാവോ? എല്ലാ ദിവസവും ഞാൻ കിടക്കുമ്പം രാവിലെ എഴുന്നേക്കും, ഓടും. എന്നിട്ട് രാവിലെ എഴുന്നേക്കും, ഞാൻ എന്നോട് തന്നെ കുറച്ച് നേരം കൂടെ ഉറങ്ങിയ എന്ത് പ്രശ്നം, എക്സ്ക്യൂസ് ഉണ്ടാക്കി രാവിലത്തെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് 10 മിനിറ്റ് കൂടെ സ്നൂസ് വെച്ച് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്ന ഞാൻ എന്നോട് തന്നെ ആ ദിവസം മൊത്തം ഇത് പിന്നെ ചെയ്താലും മതി, കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് ആ ഒരു കാര്യം, രാവിലെ കട്ടിലിൽ നിന്ന് എന്ത് സംഭവിച്ചാലും 5 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഓടാൻ പോയി കഴിഞ്ഞാൽ ഗൈസ്, ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് അവിടെ കഴിയണം. ആ സമയത്ത് എൻ്റെ ഓവർ തിങ്കിങ്ങുകളെല്ലാം തീരും. ആ ദിവസം എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ വരും. ഞാൻ എത്രയോ ദിവസം വീട്ടിൽ വെറുതെ കിടന്നിട്ട് വ്ളോഗ് ഇടാൻ പറ്റാതെ നിന്നിട്ടുണ്ട് ഗൈസ്. കാരണം 10 മണിക്ക് എഴുന്നേക്കും, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും പോയി ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും റിലാക്സ് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അങ്ങ് വ്ളോഗ് എടുത്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡ്. അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് സോ സ്റ്റുപ്പിഡ്. അതല്ല ഞാൻ, ദാറ്റ്സ് നോട്ട് മീ. അത് ആൻഡ് റിയലി ക്രിയേറ്റീവ്ലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ഫെഡപ്പ് ആയിപ്പോയി. കാരണം
എന്നും ഒരു കാര്യം അങ്ങ് ചെയ്ത് പോയാൽ പോരല്ലോ. നമ്മുടെ ലൈഫിൽ ഫിസിക്കലി ഞാൻ ഹാപ്പിയല്ല. ഞാൻ കല്യാണ സമയത്ത് ആക്ച്വലി ഫിസിക്കലി ഓൾമോസ്റ്റ് ഹാപ്പി ആയിരുന്നു. ഓൾമോസ്റ്റ് അല്ല, ആക്ച്വലി നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഏതോ ഒരു കംഫർട്ട് സോണിലോട്ട് ഞാൻ വരും. ഈ യോയോ കണ്ടിട്ടുണ്ടോ ഗൈസ്? യോയോയുടെ സെയിം അവസ്ഥയാണ് എൻ്റെ. അത് ഒന്ന് ചെയ്തു വരും പിന്നെയും കളയും, ഒന്ന് ചെയ്തു വരും പിന്നെയും വിടും. ഒരു ശ്രമം കൂടെ ഞാൻ തുടങ്ങാൻ പോവാണ് ഗൈസ്. ഞാൻ വേറെ ഒരു കണ്ടീഷനും വെക്കുന്നില്ല. ഞാൻ ഇത് എന്നോട് തന്നെ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഇത് വേറെ ആരുടെ അടുത്തും പറയുന്നില്ല. ഞാൻ ഇത് എന്നോട് പറയുന്നത് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. കാരണം എന്നെപ്പോലെ ഇതുപോലെ എന്നും രാവിലെ എഴുന്നേക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതെ നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്സ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് മാറ്റി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ചേരാം. എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ആരുടെ അടുത്തും പറയണമെന്നില്ല, മൈൻഡ് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നടക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയുക. എല്ലാ ദിവസവും ഗൈസ്, ഇനിയിപ്പോൾ 4 മണിക്കൂർ ഉറക്കെ എനിക്ക് കിട്ടണമെങ്കിലും രാവിലെ എഴുന്നേക്കണം ഞാൻ. ഓക്കെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഒന്ന് ഓടാൻ പോകും. ഇന്ന് ഞാൻ 1 കിലോമീറ്റർ ഓടി സ്റ്റാറ്റ്സ്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫ്രീഡം ഉണ്ടല്ലോ ഗൈസ്. എനിക്ക് എൻ്റെ ബ്രെയിൻ ക്ലാരിറ്റി ആയി, ഞാൻ ഭയങ്കര ആക്റ്റീവായി. ഇന്നിനിപ്പോൾ ഷൂട്ടിന് കയറണം. അപ്പോൾ ഷൂട്ടിന് കയറിയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോണിൽ തോണ്ടൽ, രാവിലെ ഇരുന്ന് ബാത്റൂമിൽ പോയപ്പോൾ കുറച്ച് നേരം തോണ്ടെന്നുള്ളതല്ലാതെ ഇത്രയും നേരവും ഞാൻ ഇനി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ ബഫർ ടൈം കിട്ടുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്നത്തെ ദിവസത്തേക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ച ഗൈസ്. ഇത് മോർണിംഗിൽ എഴുന്നേക്കാൻ തീരെ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അവർക്കും അവരുടേതായ രീതിയിൽ അവരുടെ ഡേ സെറ്റ് ചെയ്യാം. എനിക്ക് ഡേ സെറ്റ് ചെയ്യണം ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഡെയിലി വ്ളോഗിങ് എനിക്കറിയില്ല, എൻ്റെ മൈൻഡ് ക്രിയേറ്റീവ്ലി വർക്കാവുന്നതിൻ്റെ അന്ന്. രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം ഫുഡ് അടിക്കാൻ പോകുന്നു, ഷൂട്ടിന് പോകുന്നു, ഫുഡ് അടിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു. ഇത്ര കാലം കൊണ്ട് ഗൈസ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ എൻ്റെ ഈ തലയിലോട്ടൊന്ന് വരട്ടെ. വരും. ഐ നോ ഇറ്റ് വിൽ കം. ആൻഡ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാൻ എന്തുമാത്രം ആംബീഷ്യസ് ആണെന്ന് ഗൈസ്. ഒരുപാട് ലൈഫിൽ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്ത് തീർക്കണമെങ്കിൽ ഐ ഹാവ് ടു ബിക്കം എ ഡിസിപ്ലിൻഡ് മാൻ. ഇതല്ല ഞാൻ ആവേണ്ടത്. നോട്ട് ദിസ്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഫക്കിംഗ് കംഫർട്ട് സോൺ. ആൻഡ് ഇപ്പോൾ അൾട്ടിമേറ്റ് കംഫർട്ട് സോണിൽ എവിടെയോ ഞാൻ കയറി ഇരിക്കുകയാണ് ഗൈസ്. അതൊന്ന് പതുക്കെ പുറത്ത് വരണം. മനസ്സില എൻ്റെ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ പറഞ്ഞു തരുന്നത് ആരെങ്കിലും ഉണ്ടോ ഗൈസ്? പണ്ടത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ഇറ്റ് വാസ് എ ഹോൾ ഡിഫറെൻറ്റ് ടൈം. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഏജ് ആയി, കുറേ കൂടെ റെസ്പോൺസിബിലിറ്റീസ് വന്നു. ഐ നോ എവറിത്തിങ്. നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ഒരുപാട്. ആ കമ്മിറ്റ്മെൻറ്റ്സ് നിന്നുകൊണ്ട് ആ ഏജ് തന്ന മെച്യൂരിറ്റി എംബ്രേസ് ചെയ്തുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നാണ് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാത്തത്. എനിക്ക് ആകെ അറിയാമെന്നുള്ളത് എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, കുറച്ച് വർക്കൗട്ട് ചെയ്യണം. എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, കുറച്ച് വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു 2 ആഴ്ച ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഇടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ വ്ളോഗ് ഇടാം. കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു റുട്ടീൻ പിടിച്ച് ഞാൻ എൻ്റെ ബ്രെയിൻ പഴയതുപോലെ വർക്കാക്കി ഒന്ന് നോക്കട്ടെ ഗൈസ്. ആൻഡ് ഐ നോ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ തലയ്ക്കകത്തുണ്ട്. അതിൻ്റെ ചെറിയ ഗ്ലിംസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് പ്ലീസ് ബെയർ വിത്ത് മീ. എനിക്ക് പറ്റുന്നിടത്തോളം ഫ്രീക്വൻസിയിൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ആൻഡ് സോറി, കുറച്ച് ദിവസമായിട്ട് വീഡിയോയെ ഇട്ടില്ല. ഞാൻ 2 ആഴ്ചയായിട്ട് കംപ്ലീറ്റ്ലി ഓഫായി പോയി. ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഗൈസ്. പ്ലീസ് ബി വിത്ത് മീ. എനിക്ക് ഒരു മാരത്തോണോട് ഓടണമെന്ന് ആഗ്രഹമുണ്ട്. മാരത്തോണിൽ നിന്നൊക്കെയാണ് ഈ ചാനൽ നമ്മൾ പടുത്തുയർത്താൻ തുടങ്ങിയത്. സോ നോക്കാം. ഞാൻ അങ്ങനെ കമ്മിറ്റ്മെൻറ്റ്സോ പ്രോമിസോ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാനില്ല. കമ്മിറ്റ്മെൻറ്റ്സ് എന്നോട് ഇവിടെ അത് ഞാൻ പാലിച്ചില്ലെങ്കിൽ ഐ നോ ഹൂ ഇസ് റെസ്പോൺസിബിൾ. ഓക്കെ, പ്രാന്തൻ ടോക്സൊക്കെ ഒരുവിധം ഞാൻ ഒതുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ പക്ഷേ ഇങ്ങനെ അല്ലായിരുന്നു. അവൻ ഭയങ്കര ചില്ലായിരുന്നു, എൻജോയ് ചെയ്യുകയായിരുന്നു. പാസ് കാർത്തിക് അവൻ നന്ദഗോവിന്ദത്തിൻ്റെ ഭജൻസ് കാണാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ ചിൽ മൂഡിലോട്ട് പോവുക. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് റെഡിയായി ഫ്രഷായി ഷൂട്ടിന് ഇറങ്ങട്ടെ. ഓഫ് ടു പാസ് കാർത്തിക് ഗൈസ്. താങ്ക് യു സ്റ്റോറി ടെല്ലിംഗ് കാർത്തിക്. ഗൈസ്, നമ്മൾ പാലയിൽ എത്തിയിരിക്കുകയാണ്. പാലയിലേതോ ഒരു വമ്പിച്ച ഹോള് കേട്ടോ. ഇവിടെ വെച്ചാണ് പരിപാടി. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറട്ടെ. ഇനി ഭജൻ കണക്ട് തുടങ്ങും ഗൈസ്. എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് അവർ നേരിട്ട് വായിക്കണത് കാണാം. അപ്പം കുറേ കാലത്തെ ആഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു സാധനമാണ്.
കേട്ടിട്ട് വരട്ടെ. നിങ്ങൾ ലൈവ് ഷൂട്ട് അവരുടെ 25ാമത്തെ വാർഷികം കൂടെയാണ്. ലൈവായി പോകരുത്. ഫേസ്ബുക്ക് അതുപോലെ എന്തായാലും പൊളിച്ച് മത്സ്യച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്തില്ല സുജിത്ത് ബ്രോ ഉണ്ട്, ബാക്കിൽ പാറ ഉള്ളതുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ആ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അത് ക്യാപ്ചർ ചെയ്യാം, പക്ഷെ ഒരിക്കലും ലൈവ് പോകരുത്. കംപ്ലീറ്റ് റിക്വസ്റ്റ് ഫ്രം our side. ഞങ്ങളുടെ പാട്ട് റിക്വസ്റ്റ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസം. ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേട്ടിട്ട് എൻ്റെ ഒരു രോമം എഴുന്നേറ്റ് മറ്റേ രോമത്തിന് ഭജം പാടി കൊടുക്കുകയാണ്. അത്ര ഫീല് ഇടയ്ക്ക് എൻ്റെ കണ്ണടയ്ക്ക് നിറഞ്ഞ കേട്ടോ അവർ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക്. ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവും. ലെവല് ഫീല് വന്നപ്പോ ഈ സാധനം കിട്ടിയായിരുന്നു. അടുത്ത കണ്ട അത് കത്തും. അടുത്ത പാട്ട് നമ്മൾ കത്തിച്ച് പിടിച്ചോണ്ടിരിക്കും. പൊളിക്കും നമ്മൾ. അയ്യപ്പന്റെ പാട്ടെടുത്ത് വരാൻ നിന്നെ ഉണ്ടായിരിക്കുക. ഇല്ലാത്തവരെ പറഞ്ഞു വിടണോന്ന് ബാക്ക് ചെയ്യുന്നത് ഇവിടെ ഇല്ല. നിന്റെ ദിയ എവിടെയാണ്? നിനക്ക് കിട്ടിയില്ലേ? സന്ദീപ് തോണ്ടിരിക്കണ നിനക്ക് ദിയ കിട്ടിയില്ലേ? അയ്യോടാ നിന്റെ ഇല്ലേടി? ഉണ്ടുണ്ട്. ഭയങ്കര രസമാണ്. സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദനാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ കൂടെ ഉണ്ട് ഇവിടെ. പിന്നെ സന്ദീപിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി കാണാൻ നേരത്തെ പരിപാടി ഉണ്ടത്. നിനക്കെന്തോ ഒരു എക്സ്പ്രഷൻ ഇല്ലായിരുന്നു. നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാനേ.
സത്യം ചാടാനൊക്കെ സത്യം ഞാനും ഇമോഷണലായി ഏട്ടാ. ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടു മൂന്നിടത്ത് കണ്ണ് നിറഞ്ഞു, നല്ലവണ്ണം നിറഞ്ഞു. ലാസ്റ്റിലത്തെ ആ വൈബ് പമ്പ ഗണപതി തകർത്തല്ലേ, സെറ്റല്ലേ ഏട്ടാ. രാധതൻ പ്രേമത്തോട് ആണോ ഞങ്ങളുടെ നാഷണൽ ആന്തമാണ് സുഹൃത്തുക്കളെ. അത് വേറെ ലെവൽ പാട്ടാണ്. എന്നാലും കഴിക്കട്ടെ ഞങ്ങളോ. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫലകം കൈമാറുന്ന പരിപാടിയാണ്. മഞ്ജു ചേച്ചി ആദ്യം കയറി. സുഹൃത്തുക്കളെ, മഞ്ജു ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. എന്റെ ബർത്ത്ഡേ നന്ദ പോയി ആഘോഷിക്കുന്നു. കണ്ടു ചേച്ചി, കണ്ടു. പക്ഷെ നാളെയാണ് ബർത്ത്ഡേ എന്നേ ഉള്ളു. അത് കുഴപ്പമില്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഇന്ന് ആഘോഷിക്കാൻ തയ്യാറാണ്. ഇന്നും ഞാൻ ഇവർക്ക് വേണ്ടി ഇന്ന് ജനിക്കാൻ ഞാൻ തയ്യാറാണ്. കേട്ടാ ബ്രോ, ഇനി എന്തിനു വേണം? ആ മുറിച്ച ചേച്ചി. എന്താ ഇത്? ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. മഞ്ജു ചേച്ചിയുടെ കൂടെ വേറെ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? അബിയുടെ. ഹാപ്പി ബർത്ത്ഡേ അബി. മദേഴ്സ് ഡേ കൂടെ ആണ്. അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ കൂടെ ആണ്. ഹാപ്പി മദേഴ്സ് ഡേ കൂടെ. സുജിത് ബ്രോ എന്താ മദേഴ്സ് ഡേ ആഘോഷിക്കണ്ടേ? വീട്ടിലെനിക്ക് രണ്ട് മദേഴ്സ് ഉണ്ട്. ആ ചോദ്യം നിരോധിച്ചിരിക്കുന്നു. കേക്ക് കിട്ടി എന്തായാലും. ചേച്ചി കൂടെ കേക്ക് കൊടുത്ത് പിടിച്ച പോലെ. അതെ, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. എല്ലാവരും നിൽക്കാവോ പ്ലീസ്? കൊടുത്ത് ടീം നന്ദഗോവിന്ദം നിന്റെ കൂടി ബർത്ത്ഡേ പോലെയാണല്ലോ. ഞാൻ വിഴുങ്ങട്ടെ. ഗൈസ്, ഞങ്ങൾക്ക് ഒരു ഫലകം കിട്ടിയിരിക്കുകയാണ്. പതുക്കെ ഇനി ഞങ്ങൾ ഇറങ്ങാനുള്ള കാര്യപരിപാടികൾ നടത്തട്ടെ. നല്ല രസമുണ്ട് കേട്ടാ. ഇവരുടെ 25th ആനിവേഴ്സറി ആയിരുന്നു. നന്ദ ഗോവിന്ദ ഭജൻസ്, കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ 25th ആനിവേഴ്സറി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇനി ഞങ്ങൾ തിരിച്ചു പോട്ടെ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ബാക്ക് ടു യു. ഫ്യൂച്ചറിലിരുന്ന് കഥ പറയുന്ന എൻ്റെ കാർത്തിക് സൂര്യയെ. താങ്ക് യു. പാസ്റ്റിൽ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കാർത്തിക് സൂര്യ ഗൈസ്. ഇന്നലത്തെ ആ ഒരു ഭജൻസ് തന്നൊരു മൈൻഡ് റിഫ്രഷ് ഉണ്ടല്ലോ ഗൈസ്. ഇറ്റ് വാസ് വേറെ ലെവൽ. പൊളിയായിരുന്നു ഗൈസ്. ആ പറച്ചിലും കഴിഞ്ഞിട്ട് ഞങ്ങൾ 12 മണിയായപ്പം ചിനുവല എത്തി. കിടന്ന് 5 മണിക്ക് കൃത്യം എഴുന്നേറ്റ് ഗൈസ്. എന്നിട്ടാണ് ഞാൻ ഇന്ന് ഓടാൻ പോയത്. ഈ ഒരു മൊമെൻറ്റം എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് വിൽ ട്രൈ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാം. ഗ്രേറ്റസ്റ്റും ആയിട്ടൊരു വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഗ്രേറ്റ്നെസ്സും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാവർക്കും ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഗൈസ്. ഒരു ആംഗിളിൽ നിന്നും ഞാൻ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. ഐ എം എ റിയലി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. നിങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ എന്തുമാത്രമാണ് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതെന്നറിയാം. ബട്ട് ഹാർഡ് വർക്ക് മാത്രമല്ല ഗൈസ്. ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ എത്തുമ്പോൾ തിങ്സ് ചേഞ്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടി വിയിൽ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി വ്ളോഗുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈ നോ മീൻസ് ഞാൻ ലൈഫിൽ എൻ്റെ പ്രൊഫഷണൽ സൈഡിൽ ഹാപ്പി അല്ലാതല്ല. ഐ ആം റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് എൻ്റെ ക്രിയേറ്റീവ് സൈഡിലും എൻ്റെ പൊട്ടൻഷ്യലും നമുക്ക് വേണം, ഇനിയും വേണം. നമ്മുടെ ബ്രെയിൻ ഇത് മാത്രമല്ല, ഇനി അച്ചീവ് ചെയ്യാൻ ഒരുപാടുണ്ട് എന്നുള്ള സ്ഥലത്ത് മാത്രമാണ് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ്. ആൻഡ് ഇതെല്ലാം മാറ്റിയെടുക്കും ഗൈസ്. പിന്നെ ഗൈസ്, പീപ്പിൾ വിൽ ഓൾവേസ് ടെൽ യു വാട്ട് ദേ വാണ്ട്. ഇപ്പോൾ വ്ളോഗിലാണെങ്കിൽ പോലും ഓരോ ആൾക്കാർക്കും വ്ളോഗിൽ നിന്ന് ഓരോ കാര്യങ്ങളാണ് വേണ്ടത്. നിങ്ങളായാൽ പോലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ വിൽ എക്സ്പെക്റ്റ് ഹോൾ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം യു.
ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ നടക്കണം, നിങ്ങളിങ്ങനെ നടക്കണം, നിങ്ങളിങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണം, നിങ്ങൾ ഇറ്റ്സ് വാട്ട് യു തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നിങ്ങൾക്കെന്ത് വേണം, ലിവ് ഫോർ യുവർ സെൽഫ്. വളരെ ചെറിയ ജീവിതമാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ഉഴപ്പി, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉഴപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പോൾ ഉള്ള കാർത്തിക് സൂര്യ, ഐ മീൻ ദ ഫ്യൂച്ചർ കാർത്തിക് സൂര്യയ്ക്ക് കാര്യങ്ങൾ കുറേ ടഫായിരിക്കും. ഇപ്പോൾ ഞാൻ അതിനനുസരിച്ച് എൻ്റെ ലൈഫ് ഡിസിപ്ലിനിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഈസി ഫോർ ദ ഫ്യൂച്ചർ കാർത്തിക് സൂര്യ. ആൻഡ് ഐ കെയർ ഫോർ യു ഫ്യൂച്ചർ കാർത്തിക് സൂര്യ. നീ ഇത് കാണുകയാണെങ്കിൽ ഐ എം വർക്കിംഗ് ഫോർ യു, ഐ എം വർക്കിംഗ് ഫോർ അസ്. ഇനി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും ഗൈസ്. ബട്ട് ഈ പറഞ്ഞൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ട്, ഐ ഡോണ്ട് നോ ഗൈസ്, ചിലപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം അങ്ങനെ നടക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഇത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്, പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി വ്ളോഗ് കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഗൈസ്. ഇപ്പോൾ എനിക്ക് ഡെയിലി ക്രിയേറ്റീവ് തോട്ട് വരികയാണ്, ഇന്നത് ചെയ്യാം. ക്രിയേറ്റീവ്ലി ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ എന്നും ഇടും. എല്ലാം കൂടെ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. ചില ദിവസങ്ങളിൽ ഒന്നും തലയൊന്നും വരില്ല. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ആങ്കർ പോയിന്റ്. വേക്കപ്പ് എവറി ഡേ അറ്റ് 5 ആൻഡ് റൺ. ജോയിൻ മീ ഗൈസ്. എൻ്റെ കൂടെ ജോയിൻ ചെയ്യ്. നമുക്ക് ഒന്നിച്ച് ചേഞ്ച് ചെയ്യാം. ഒരു 5 പേര്, 2 പേരാണെങ്കിൽ 2 പേര് മതി. ഞാൻ ഓടാൻ പോണേൻ്റെ അന്നൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കാം. അപ്ഡേറ്റ് പണ്ടത്തെ കണക്ക്. ഓക്കെ ഗൈസ്. സോ ഞാൻ പറഞ്ഞ കണക്ക് നോർമലും ഗ്രേറ്റും തമ്മിൽ ഉള്ള ഡിഫറൻസ് ഇത്ര, ഗ്രേറ്റും ഗ്രേറ്റസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇത്ര. അത് മനസ്സിലാക്കുന്ന ഡിഫറൻസ്, ആ മനസ്സിലാക്കുന്നതാണ് ഇത്ര. തിങ്ക്, അച്ചീവ് യുവർ ഡ്രീംസ്, ഗോ ഫോർ ഇറ്റ്, ഡാർ ടു ഡ്രീം. ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ് ഗൈസ്. നാളെയും ഞാൻ ഓടുന്നതായിരിക്കും. ബൈ ബൈ.